ദേശീയപാത 85-നെയും ദേശീയപാത 185-നെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡുകളിലൊന്നായ 200 ഏക്കർ മെഴുകുഞ്ചാൽ റോഡിന്റെ നവീകരണ ജോലികൾക്കായി 1 കോടി രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ടെൻഡർ ജോലികൾ പൂർത്തീകരിച്ചതായും നിർമ്മാണ ജോലികൾ ഉടൻ തുടങ്ങുമെന്നും MLA വ്യക്തമാക്കി. റോഡിന്റെ ഏതാനും കിലോമീറ്റർ ദൂരം തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ദേശീയപാത 85-നെയും ദേശീയപാത 185-നെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡുകളിലൊന്നാണ് 200 ഏക്കർ മെഴുകുഞ്ചാൽ റോഡ്. നാളുകൾക്ക് മുമ്പ് റോഡ് നവീകരണത്തിന് തുക അനുവദിക്കുകയും 200 ഏക്കർ മുതൽ മെഴുകുഞ്ചാൽ വരെയുള്ള ഭാഗത്തെ ടാറിംഗ് ജോലികൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഇടഭാഗത്തായുള്ള 4 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ ടാറിംഗ് വേണ്ട രീതിയിൽ നടക്കാതെ വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇതുമൂലം മന്നാങ്കാല മുതൽ മച്ചിപ്ലാവ് വരെയുള്ള ഭാഗത്തെ റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ നവീകരണ ജോലികൾക്കായി 1 കോടി രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് എ രാജ MLA വ്യക്തമാക്കിയത്. സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള നവകേരള സദസ്സ് ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടതാണ് ആ റോഡ് നവകേരള സദസ്സിൽപ്പെടുത്തി ഫണ്ട് അനുവദിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് 1 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ച് ഇപ്പോൾ 200 ഏക്കർ മുതൽ മെഴുകുഞ്ചാൽ റോഡ് നന്നാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ASI അത് കഴിഞ്ഞിട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അതിന്റെ വർക്കുകൾ ആരംഭിച്ചു തുടങ്ങും. മന്നാങ്കാല മുതൽ മച്ചിപ്ലാവ് വരെയുള്ള ഭാഗത്ത് റോഡിൽ ചെറുതും വലുതുമായ നിരവധി കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. വാഹനയാത്ര മാത്രമല്ല, കാൽനടയാത്രയും ഇതുവഴി ദുസ്സഹമാണ്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടെൻഡർ ജോലികൾ പൂർത്തീകരിച്ചതായും നിർമ്മാണ ജോലികൾ ഉടൻ തുടങ്ങുമെന്നും എ രാജ MLA പറഞ്ഞു. സിറ്റി വിഷൻ, അടിമാലി.